കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ തണലിൻ്റെ ഒരു പരിപാടി പങ്കെടുത്തു. കഴിഞ്ഞ മാസം ഇപ്പോൾ സർവ്വ ഡേറ്റ് പറയും പരിപാടി നടത്തണമെന്ന്. അപ്പം അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സൈബർ ക്രൈം എന്നുള്ള വിഷയം, അതുപോലെ തന്നെ ഈ ഭാരതീയ ന്യായ സംഹിതയെ കുറിച്ചൊരു ആമുഖവും നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇതുവരെയുള്ള നിയമങ്ങൾ നമ്മൾ IPC ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാറ്റം വരുത്തിയിട്ട് programs like this, and I thank our principal for taking this particular. So like that the crime is happening, and final man will lodge a complaint against you. So also lodge his photo and death by heart. Nowadays we are living in the computer world. Everyone is having cell phone, and daily we are speaking through father, mother, friends and other important. And the crime should be proved beyond any reasonable doubt. എന്താ ഒരു സംശയത്തിനും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഈ കേസിനെ പ്രൂവ് ചെയ്യുന്നു. ആൻഡ് ദർ ഈസ് എ ഡൗട്ട് വന്നിട്ടാക്ക ദ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഗോസ് ടു ദി അക്യൂസ്ഡ്. അക്യൂസ്ഡ് മീൻസ് നിങ്ങളുടെ ഇതും തരും, എന്താ ഇമെയിൽ ID എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റും ഗവൺമെന്റ് തരും. ആൻഡ് യു ഷുഡ് ഡു ഇറ്റ് വിത്തിൻ 24 hours. അങ്ങനെ നിങ്ങൾ ചെയ്താൽ എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഫോൺ മെസ്സേജ് അയച്ച മൊബൈൽ നമ്പർ I will tell you something is related to your life. And how many of you kept your bank ID in your mail? നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ വാട്സപ്പ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്വേഡ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാതെ அதாவது அது வீட்டில் ஏதாவது பர்ஃப்யூம் யூஸ் பண்ணாமல் ஒரு ஆள் மேலே நல்ல ஒரு ப்ளசன்ட் ஸ்மெல் அடிக்குது அப்படின்னாக்கா நீங்கள் வந்து சம்சயிக்கணும். அதில் வந்து மென்டலாக ஃபீமேல் மேல்லாம் கிடையாது, அது யாரெல்லாம் வந்து உபயோகிக்கலாம் இல்லையா? அதனால் அதெல்லாம் பார்க்கணும். அதுபோல் ஒரு ஸ்மெல் இல்லாமல் வேற ஒரு ரீதியில் பெருமாறியால் அவரை சம்சயிக்கணும். கவுன்சிலிங் கொண்டு போகணும். അല്ലെങ്കിൽ ചാറ്റ്, യൂട്യൂബ്, ടെലിഗ്രാം. ഓക്കെ ഓക്കെ. സോ ഇതുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നിങ്ങൾക്കുള്ളത്? അഡ്വാൻറ്റേജസ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, ആളുകളുമായിട്ട് കണക്ട് ചെയ്യാം. സപ്പോസ് നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ അബ്രോഡാണ്, ആളുമായിട്ട് വീഡിയോ കോൾ ചെയ്യാം, സംസാരിക്കാം. ഓക്കെ. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാം, ടെക്നോളജിക്കലായിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടും, പുതിയ ന്യൂസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. അപ്പോൾ വേറെന്താ, കമ്പനികൾ അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പേജസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെ അഡ്വാൻറ്റേജസ്.